ഹായ് ഹലോ. ഇന്ന് നമ്മൾ പാറു എങ്ങനെയാണ് കോൺട്രബോർഡ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടാലോ? പേര് കേട്ടിട്ട് എന്താണെന്ന് ചിന്തിക്കൊന്നും വേണ്ട. നമ്മൾ ആന പോലെ നിൽക്കില്ലേ, അതാണ് സംഭവം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് അധികം ഗേറ്റേഴ്സ് ഇട്ട് കൊടുക്കും കേട്ടോ കൈക്ക്. ഇത് മുട്ടിൻ്റെ നീ എക്സ്റ്റൻഷനാണ്. അതായത് മുട്ട് മടങ്ങി പോവാതെ നിവർന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവൾ മുട്ട് വല്ലാതെ മടക്കും, നമ്മളെക്കാളും ബലം ഉപയോഗിച്ചിട്ട് അവൾ മുട്ട് മടക്കും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അവളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഗേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കോൺട്രബോർഡ് ചെയ്യുക ഇപ്പോൾ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അവളുടെ കയ്യിലേക്കും കാലിലേക്കുള്ള വെയ്റ്റ് ബിയറിങ് ഒന്ന് നടക്കും. പിന്നെ നെക്കിൻ്റെയും ട്രങ്കിൻ്റെയും കോറിൻ്റെയും ഭാഗമൊക്കെ ഒന്ന് ആക്റ്റീവ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണ ഒരു 10 മിനിറ്റാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൗമ്യയും വിഷ്ണു ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരിങ്ങനെ ശല്യം ചെയ്യാൻ വന്നുകൊണ്ടിരിക്കും. ഈ ക്ലിക്കണ സാധനം ഫോണും ഒക്കെ അവർക്ക് വേണം, എല്ലാ സാധനവും അവർക്ക് വേണം. അപ്പോൾ പാറുവിന് തെറാപ്പി ചെയ്യാൻ ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളും കൂടി ഒത്തു വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നായിട്ടുണ്ട്. അപ്പോൾ പാറുവിന് സൈഡിൽ നിൽക്കുമ്പോൾ എന്താ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാട്ടോ സൈഡ് വ്യൂ കാണുമ്പോൾ ഇപ്പോൾ അവൾ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല മോളാണ് ഇന്ന്.